ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചുള്ള കഥയാണിത്. ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന ചോദിച്ച് കുറെ പേര് മെസ്സേജ് അയച്ചിരുന്നു. സത്യം പറടാ. 3 പേര്. ആ 3 പേർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആയിരക്കണക്കിന് വഴികളുണ്ടെന്ന് പലരും പറയാറ്. പക്ഷെ ഞാൻ ആകെ 5 വഴികളെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ 5ാമത്തെയാണ് എന്റെ ഫേവറേറ്റ്. സാധാരണ ഇൻസ്റ്റാഗ്രാമിലുള്ളവന്മാരൊക്കെ ഇങ്ങനെയാണല്ലോ പറയാറ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആ ശീലം ഇങ്ങോട്ട് തെറ്റിക്കണ്ടെന്ന് കരുതി. ഒന്നാമത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. FD ഇട്ട പൈസ ഇരട്ടിക്കുന്ന ഞാൻ പണ്ട് കരുതിയിരുന്നത്. പക്ഷെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് FD തരാം. ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് മാത്രം FDയിൽ ഇടാം. അടുത്തത് ഗോൾഡ്. അന്നാ ഡയലോഗ് മാറി, സാധനം അതല്ല. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട് ആട്ടോ. FDനേക്കാൾ ഒരു പടി മുകളിലായിരിക്കും ഇതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ സ്റ്റോക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ. റിസ്ക് എടുക്കണ്ട. അത് കാരണം തന്നെ എന്റെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കും എപ്പോഴും ബെസ്റ്റ്. ഇനി 5ാമത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതാണ് എന്റെ ഫേവറേറ്റ് എന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. മ്യൂച്വൽ ഫണ്ട്. എന്റെ അഭിപ്രായത്തില് ലോങ് റണ്ണില് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് തരുന്ന ഒരു കിടിലൻ ഓപ്ഷൻ ആയിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു. മന്ത്ലി SIP ആയിട്ട് ചെറിയ തോതിൽ തുടങ്ങിയാൽ മതി. അപ്പൊ ഇതാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് കലാപരിപാടികൾ. അപ്പൊ ഡൗട്ട് ചോദിച്ച 3 പേര് ഹാപ്പി ആയല്ലോ അല്ലെ? അതാണ്.